ഇന്ന് നമുക്കൊരു അമ്മായിയമ്മയുടെയും മരുമകളുടെയും കഥ നോക്കിയാലോ. ഒരു വീട്ടിൽ ഒരമ്മായിയമ്മയും മരുമകളും ഉണ്ടായിരുന്നു. മരുമോള് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയിരുന്നില്ല. അവൾക്കത് പുതിയ ചുറ്റുപാടും പുതിയ ആൾക്കാരും എല്ലാമായിരുന്നു. പുള്ളിക്കാരിയുടെ ഭർത്താവ് ജോലി തിരക്കുകൾ കാരണം മിക്കവാറും പുറത്ത് തന്നെയായിരിക്കും. അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ മരുമോള് തന്നെയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും മരുമോള് എന്നൊരു ചിന്ത ആ അമ്മായിയമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ട് അവർക്ക് പുള്ളിക്കാരിയായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവർ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല കുടുംബം, നല്ല ആൾക്കാർ, സ്വർഗതുല്യമായിട്ടുള്ള വീട്, അങ്ങനെയായിരുന്നു. പക്ഷേ അതിനകത്ത് അമ്മായിയമ്മയും മരുമോളുമായിട്ട് ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ മരുമകൾ എപ്പോഴും അമ്മായിയമ്മയെ അമ്മ എന്നൊരു രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അമ്മായിയമ്മയ്ക്ക് മാത്രമായിരുന്നു അവൾ മരുമകൾ. അങ്ങനെ അസ്വാരസ്യങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. എന്തൊക്കെയായാലും മരുമകൾ ഒന്നും തിരിച്ചു പറയുന്ന ഒരു ടൈപ്പായിരുന്നില്ല. പുള്ളിക്കാരിയെല്ലാം സഹിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അവൾ അവരെ സ്വന്തം അമ്മയെ പോലെ തന്നെ പരിചരിച്ചു, സ്നേഹിച്ചു, അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം പെട്ടെന്ന് അമ്മ അടുക്കളയിലൊന്ന് വീണ് കഴിഞ്ഞപ്പം ഒരു കൈത്താങ്ങിന് മരുമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അയലക്കത്തൊക്കെ പോയി ആൾക്കാരെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ആ അമ്മയുടെ കാര്യങ്ങൾ, പരിചരണങ്ങൾ എല്ലാം നോക്കിയിരുന്നത് അവളായിരുന്നു. അപ്പോഴാണ് ആ അമ്മായിയമ്മ മനസ്സിലാക്കുന്നത് അതവരുടെ മരുമകളല്ല, മകൾ തന്നെയായിരുന്നു എന്നുള്ളത്. കാരണം അത്രയും നന്നായിട്ടായിരുന്നു അവൾ ആ അമ്മയെ പരിചരിച്ചിരുന്നത്. അങ്ങനെ ആ വഴക്കുകളൊക്കെ അവസാനിച്ചു. അമ്മായിയമ്മ മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങി. സ്വന്തം മകളെ പോലെ കണ്ട് സ്നേഹിച്ചു. അവരൊരുമിച്ച് ഇപ്പോൾ പുറമേ നിന്ന് നോക്കിയാലും അകമേ നിന്ന് നോക്കിയാലും ആ വീട് ശരിക്കും ഒരു സ്വർഗം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് സ്നേഹമാണെങ്കിൽ നമ്മൾക്ക് അത് സ്നേഹമായിട്ട് തന്നെ എപ്പോഴാണെങ്കിലും തിരിച്ചു കിട്ടും. നമ്മൾ ചെയ്യുന്നതിൻ്റെ നന്മ നമുക്ക് തിരിച്ചും നന്മയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ.